അങ്ങനെ അനാമിക നയന ഹണിമൂണൊക്കെ പോയിട്ട് ആകെ സങ്കടപ്പെട്ടിട്ടും അസൂയപ്പെട്ടിട്ടും ഒക്കെ നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് അവൾ തിരിച്ചു വരുന്ന സമയത്ത് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം, അവൾ കരയേണ്ട ഒരു അവസ്ഥയായിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക പിന്നെ അച്ഛനെയും അമ്മയും ഒക്കെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് അമ്മയാണ് ഫോൺ എടുക്കുന്നത്. ആ സമയത്ത് അനാമിക അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ അവള് ഹണിമൂണ് പോയിരിക്കുകയാണ്, ആഘോഷിക്കാനാണ് പോയിരിക്കുന്നത്. പക്ഷെ അവളിപ്പം വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും പോയിരിക്കുക. തിരിച്ചു വരുമ്പോൾ അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിരിക്കണം. അങ്ങനെയുള്ള അവസ്ഥ ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കും, ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് രേവതിയോട്. ഇത് കേട്ട രേവതി പറയുന്നുണ്ട്, മോൾ ഇനി തൽക്കാലം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇതുവരെ ചെയ്തതൊക്കെ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ആയി പോയതാണ്. ഇതൊക്കെ പിടിക്കപ്പെട്ടാ പിന്നെ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കുന്ന കാര്യം കഷ്ടവാ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇവിടെയുള്ളവർക്ക് ഇപ്പൊ എന്തിവിടെ ഞാൻ ചെയ്താലും അതൊന്നും തെളിയിക്കാനൊന്നും ആരും പോകുന്നില്ല. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊക്കെ ചെയ്തു. വല്യമ്മയെ തന്നെ ഇപ്പോൾ പാല് കൊടുത്തിട്ട് ഈ ഒരു അവസ്ഥയിലായല്ലോ. എന്നിട്ട് പോലും അവരതൊന്നും തെളിയിക്കാനൊന്നും നോക്കിയിട്ടില്ല. എന്നിട്ടിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമൊന്നും ഇപ്പോൾ ആരും തെളിയിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്ന സമയത്ത്, മോളെ അവരെ ഉള്ളവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പറ്റിയിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്വർണവും പണവും ഒക്കെ എങ്ങനെയും അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ കടങ്ങളൊക്കെ വീടണം, എന്നിട്ട് നമുക്ക് ആർഭാടമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം. ഇതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ മോൾ ചെയ്യാൻ നോക്ക്, അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യല്ലേ, പിടിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് അനാമിക ഇതൊന്നും കേൾക്കാത്ത മട്ടില് അതൊക്കെ എനിക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അനാമിക അമ്മയോട് സംസാരിക്കുകയാണ്. അങ്ങനെ എത്ര പറഞ്ഞിട്ടും അനാമിക കേൾക്കാതെ വന്നപ്പോൾ, അല്ല നീ എന്താ ചെയ്യാൻ പോകുന്ന കാര്യം, നീ എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എൻ്റെ ലക്ഷ്യം നവ്യയാണ്. ആ നവ്യയെ ഉപദ്രവിച്ചാൽ, അവളെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നയന കരയുകയുള്ളൂ, എന്നാലേ അവൾക്ക് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അതിന് ഒന്നെങ്കിൽ അവളുടെ കുഞ്ഞ് ഇല്ലാതാവണം, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണം. ഇതെന്തെങ്കിലും ഒന്ന് ഞാൻ നടത്തിയെടുക്കുമെന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ പിന്നീട് അനാമിക ഫോൺ വെക്കുകയാണ്. അങ്ങനെ അനാമിക നവ്യയ്ക്ക് മുട്ടൻ പണി കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിന് അനാമിക ചെയ്യുന്നത്, നവ്യ മുറിയിൽ ഇറങ്ങി വരുന്ന സമയത്ത് സ്റ്റെപ്പിലൊക്കെ എണ്ണ ഒഴിച്ച് വെക്കുകയാണ്. എന്നാൽ അത് തടഞ്ഞു വീണാൽ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞും പോകും, അതുപോലെ തന്നെ നവ്യയ്ക്കും എന്തെങ്കിലും സംഭവിക്കും. അവൾ കാലാകാലം ബെഡിൽ തന്നെ കിടക്കണം, എന്നിട്ട് അവൾ അനുഭവിക്കണം. അവൾ അനുഭവിക്കുന്നത് എനിക്ക് കാണണം, എന്നാലേ അവളുടെ അനിയത്തി അവളെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അവൾ ഒരേ കിടപ്പിൽ തന്നെ കിടക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് അനാമിക ആ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ച് വെക്കുകയാണ്. പക്ഷേ ഇത് നമ്മുടെ ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനാമിക സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് എന്തോ ചെയ്യുന്നതായിട്ട് ദേവയാനിക്ക് തോന്നി. അങ്ങനെ പിന്നീട് അനാമിക ഈ എണ്ണ ഒഴിച്ചിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദേവയാനി പതുക്കെ വന്ന് നോക്കുന്ന സമയത്താണ് തറയിൽ എണ്ണ ഒഴിച്ചതായിട്ട് കാണുന്നത്. ഈ സമയത്ത് അനാമിക ഇത്രയും വലിയ ദുഷ്ടത്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ ഇവൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ പിന്നെ എനിക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും, ഇവളൊക്കെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. കാരണം നയനക്ക് നവ്യക്ക് കാച്ചിവെച്ച ആ ഒരു പാലാണല്ലോ ഞാൻ കുടിച്ചത്. അപ്പോൾ ഇവൾ തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുന്നുണ്ട്. അനാമികയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് ദേവയാനിക്ക് മനസ്സിലായി തുടങ്ങുകയാണ്. ആ ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. സ്റ്റെപ്പിലോട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ദേവയാനി നവ്യയെ പിന്നിലോട്ട് പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട്, മോളെ നീ സ്റ്റെപ്പിൽ ചവിട്ടരുത്, അവിടെ ആകെ എണ്ണ ഒഴിച്ച് കിടക്കുകയാണ്, ആരാ ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല, ഏതായാലും തറയിൽ മുഴുവൻ എണ്ണയാണ്, മോളെ അങ്ങോട്ട് ഇറങ്ങല്ലേ, തെന്നി വീണാൽ മോൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയെ തടഞ്ഞു നിർത്തുകയാണ്. ഇതേ സമയം നവ്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത് അനാമികയല്ലാതെ മറ്റാരും ഈ വീട്ടിൽ ചെയ്യില്ല എന്നുള്ളത് നവ്യക്ക് ഉറപ്പായത് കൊണ്ട് തന്നെ നവ്യ ഇക്കാര്യം ദേവയാനിയോട് പറയുകയാണ്. അമ്മായി, ഇത് മറ്റാരുമല്ല, അനാമികയാണ് ചെയ്തിരിക്കുന്നത്, അവൾക്കാണ് ഇപ്പോൾ എന്നെ ഉപദ്രവിക്കണം എന്നുള്ളത്, അതുകൊണ്ട് ഇത് ചെയ്തത് അവൾ തന്നെയാണ്, എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ദേവയാനിയും നവ്യയും പോയിട്ട് മുത്തശ്ശനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് തറയിൽ എണ്ണ ഒഴിച്ചത് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് നവ്യയുടെ സംശയം മുത്തശ്ശനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇക്കാര്യം എന്തായാലും അനാമികയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒടുവിൽ അനാമികയെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് അനാമികയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് താനാണ് ചെയ്തത് എന്നുള്ള കുറ്റം അനാമിക സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് കള്ളം പറഞ്ഞിട്ട് ഒഴിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെ മറ്റാരും പുറത്തു നിന്ന് വന്നിട്ടില്ല, ഇത് നമ്മളുടെ വീട്ടിലുള്ള ആരെയോ ആണ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ അഭിയോ ജലജയോ അല്ലെങ്കിൽ മറ്റാരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് CCTV വെച്ചിട്ടുണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതിനു മുമ്പ് ആരാണ് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിട്ടോളാം. അല്ലെങ്കിൽ ഞാനായിട്ട് കണ്ടെത്തിയാൽ പിന്നെ അവരുടെ കാര്യം കഷ്ടമാണ്. പിന്നെ അവർക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അവരോട് ഒരു ദയയും ഞാൻ കാണിക്കില്ല. അതുകൊണ്ട് ഇത് ചെയ്തത് ആരാണെന്നുള്ളത് തുറന്നു പറയുന്നതാണ് നല്ലത് എന്നൊക്കെ മുത്തശ്ശൻ അവിടെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അനാമിക ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് സത്യം എന്തായാലും സത്യം പോലെ തുറന്നു പറയാൻ പറ്റില്ല, എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് കരുതിയിട്ട് ഒടുവിൽ അനാമിക മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്ക് തോന്നുന്നത് ഇത് മറ്റാരും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ തലയിൽ ഹെയർ ഓയിൽ ആക്കാൻ വേണ്ടിയിട്ട് താഴത്തു നിന്നും ഒരു കുപ്പിയായിട്ട് പോയിരുന്നു. ഇനി അഥവാ അതെങ്ങാനും ലീക്കായതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ തന്നെ സമയത്ത് എൻ്റെ കയ്യിലും അതുപോലെ തന്നെ ഞാനത് ഒരു പ്ലേറ്റിൻ്റെ അടിയിലാക്കിയിട്ടായിരുന്നു പിടിച്ചിരുന്നത്. അതിലേക്കൊക്കെ ഒലിച്ചിരുന്നു. ഇത് അങ്ങനെ എങ്ങാനും തട്ടി താഴെ വീണതായിരിക്കും മുത്തശ്ശ, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെന്നാണ് മുത്തശ്ശ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നത് മുത്തശ്ശന് കള്ളമാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അനാമികയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് മുത്തശ്ശന് മനസ്സിലാവുകയാണ്. എന്നിട്ട് ഏതായാലും CCTV അനാമികയോട് തൽക്കാലം ഏതായാലും നിനക്ക് ഒരു അബദ്ധം പറ്റിയതാണല്ലോ, തൻ്റെ കയ്യിൽ നിന്നും താഴെ വീണതാണല്ലോ, താൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണല്ലോ അനാമിക പറഞ്ഞത്. അതുകൊണ്ട് ഇനി മോള് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നവ്യ ഗർഭിണിയാണ് എന്നുള്ളതും ദേവയാനി വല്യമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളതും ഒക്കെ നിനക്കറിയാലോ. അപ്പോൾ ഇത്തരം ചെറിയ അശ്രദ്ധ കൊണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ വിടാൻ പോവുകയാണ് എന്നൊക്കെ അനാമികയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ മനഃപൂർവ്വമാണോ അനാമിക ചെയ്തത് എന്നുള്ളത് അന്വേഷിക്കാൻ കണ്ടെത്താനും തീരുമാനത്തിൽ തന്നെയാണ് മുത്തശ്ശനുള്ളത്. അതുകൊണ്ട് തന്നെ CCTV ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്നുണ്ട് മുത്തശ്ശൻ. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തിയിട്ട് അനാമികയെ മുത്തശ്ശൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം.